ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മെത്തൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലേണേഴ്സ് ചോദ്യാവലിയിലെ ലെവൽ 10 വരെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അത് നമ്മുടെ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്, എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലെവൽ 11 ആണ്. അപ്പോൾ നമുക്ക് 11 ലെവൽ ഓപ്പൺ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: രാത്രിയിൽ ഒരു വാഹനം റോഡരികിൽ പാർക്ക് ചെയ്യുമ്പോൾ ഓപ്ഷൻ എ വാഹനം ലോക്ക് ചെയ്തിരിക്കണം, ഓപ്ഷൻ ബി ലൈസൻസ് ഉള്ള വ്യക്തി ഡ്രൈവിംഗ് സീറ്റിൽ ഉണ്ടായിരിക്കണം, ഓപ്ഷൻ സി പാർക്ക് ലൈറ്റ് പ്രകാശിച്ചുകൊണ്ടേയിരിക്കണം, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, പാർക്ക് ലൈറ്റ് പ്രകാശിച്ചുകൊണ്ടേയിരിക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: ഫോഗ് ലാമ്പുകൾ ഉപയോഗിക്കുന്നത് എപ്പോൾ? ഓപ്ഷൻ എ ലോ ബീം ഹെഡ്ലൈറ്റുകൾക്കൊപ്പം, ഓപ്ഷൻ ബി മൂടൽ മഞ്ഞുള്ളപ്പോൾ, ഓപ്ഷൻ സി പൊടിയും കനത്ത മഴയും മഞ്ഞും ഉണ്ടാകുമ്പോൾ, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: സീബ്ര ലൈനുകൾ കൊണ്ട് അർത്ഥമാക്കുന്നത്? ഓപ്ഷൻ എ വാഹനം നിർത്തുന്ന സ്ഥലം, ഓപ്ഷൻ ബി കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ച് കടക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലം, ഓപ്ഷൻ സി വാഹനത്തിന് മുൻഗണന ഉള്ള സ്ഥലം, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ച് കടക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലം. നാലാമത്തെ ക്വസ്റ്റ്യൻ: ആംബുലൻസ് അടുത്ത് വരുമ്പോൾ ഓപ്ഷൻ എ എതിർവശത്ത് നിന്ന് വാഹനങ്ങൾ ഇല്ലെങ്കിൽ കടന്നു പോകാൻ അനുവദിക്കുക, ഓപ്ഷൻ ബി മുൻഗണന നൽകേണ്ടതില്ല, ഓപ്ഷൻ സി റോഡിൻ്റെ വശത്തേക്ക് വാഹനത്തെ ഒതുക്കി സ്വതന്ത്രമായി കടന്നു പോകാൻ അനുവദിക്കണം, ഓപ്ഷൻ ഡി ആംബുലൻസിനേക്കാൾ വേഗത്തിൽ വാഹനം ഓടിക്കാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, റോഡിൻ്റെ വശത്തേക്ക് വാഹനത്തെ ഒതുക്കി സ്വതന്ത്രമായി കടന്നു പോകാൻ അനുവദിക്കണം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: ചുവന്ന ട്രാഫിക് ലൈറ്റ് എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ വാഹനം ജാഗ്രതയോടെ മുന്നോട്ട് പോകാം, ഓപ്ഷൻ ബി വാഹനം നിർത്തുക, ഓപ്ഷൻ സി വേഗത കുറയ്ക്കുക, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, വാഹനം നിർത്തുക. ആറാമത്തെ ക്വസ്റ്റ്യൻ: ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഓവർടേക്ക് ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ മറ്റ് ഗതാഗതത്തിന് അസൗകര്യമോ അപകടമോ ഉണ്ടാകാൻ സാധ്യതയുള്ളപ്പോൾ, ഓപ്ഷൻ ബി മുന്നിലുള്ള വാഹനം വേഗത കൂട്ടുമ്പോൾ, ഓപ്ഷൻ സി മുന്നിലുള്ള വാഹനത്തിൻ്റെ ഡ്രൈവർ വലതുവശത്തേക്ക് തിരിയുന്നതിനുള്ള സിഗ്നൽ കാണിക്കുമ്പോൾ, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ: ഒരു വളവിലേക്ക് സമീപിക്കുമ്പോൾ മറ്റ് വാഹനങ്ങളെ മറികടക്കുന്നത്? ഓപ്ഷൻ എ അനുവദനീയമാണ്, ഓപ്ഷൻ ബി അനുവദനീയമല്ല, ഓപ്ഷൻ സി ജാഗ്രതയോടെ അനുവദനീയമാണ്, ഓപ്ഷൻ ഡി എതിർദിശയിൽ നിന്ന് വാഹനങ്ങളൊന്നും വരുന്നില്ലെങ്കിൽ അനുവദനീയമാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, അനുവദനീയമല്ല. എട്ടാമത്തെ ക്വസ്റ്റ്യൻ: മദ്യപിച്ച് വാഹനം ഓടിക്കൽ? ഓപ്ഷൻ എ സ്വകാര്യ വാഹനങ്ങൾ അനുവദിച്ചിരിക്കുന്നു, ഓപ്ഷൻ ബി രാത്രി സമയത്ത് അനുവദിച്ചിരിക്കുന്നു, ഓപ്ഷൻ സി എല്ലാ വാഹനങ്ങളിൽ നിരോധിച്ചിരിക്കുന്നു, ഓപ്ഷൻ ഡി ട്രാൻസ്പോർട്ട് വാഹനങ്ങളിൽ അനുവദിച്ചിരിക്കുന്നു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, എല്ലാ വാഹനങ്ങളിലും നിരോധിച്ചിരിക്കുന്നു. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ: റിയർ വ്യൂ മിററിൻ്റെ ഉപയോഗം? ഓപ്ഷൻ എ ബ്ലൈൻഡ് സ്പോട്ട് കാണുന്നതിന്, ഓപ്ഷൻ ബി പിന്നിൽ നിന്ന് വരുന്ന ഗതാഗതം നിരീക്ഷിക്കുന്നതിന്, ഓപ്ഷൻ സി പിൻസീറ്റ് യാത്രക്കാരനെ കാണുന്നതിന്, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, പിന്നിൽ നിന്ന് വരുന്ന ഗതാഗതം നിരീക്ഷിക്കുന്നതിന്. പത്താമത്തെ ക്വസ്റ്റ്യൻ: ഓടുന്ന വാഹനത്തിൽ നിന്ന് ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നത്? ഓപ്ഷൻ എ ബസ്സിൽ അനുവദനീയമാണ്, ഓപ്ഷൻ ബി ഓട്ടോറിക്ഷയിൽ അനുവദനീയമാണ്, ഓപ്ഷൻ സി സൈഡ് ഫേസ് ആയി ഇരിക്കുന്ന മോട്ടോർ സൈക്കിൾ പില്ലിയൺ റൈഡർക്ക് അനുവദനീയമാണ്, ഓപ്ഷൻ ഡി എല്ലാ വാഹനങ്ങളിലും നിരോധിച്ചിരിക്കുന്നു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, എല്ലാ വാഹനങ്ങളിലും നിരോധിച്ചിരിക്കുന്നു. 11ാമത്തെ ക്വസ്റ്റ്യൻ: പാർക്കിംഗ് അനുവദനീയമാണ്? ഓപ്ഷൻ എ വളവുകളിൽ, ഓപ്ഷൻ ബി നടപ്പാതകളിൽ, ഓപ്ഷൻ സി അവിടെ പാർക്കിംഗ് നിരോധിച്ചിട്ടില്ല സ്ഥലങ്ങളിൽ, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, അവിടെ പാർക്കിംഗ് നിരോധിച്ചിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ. 12ാമത്തെ ക്വസ്റ്റ്യൻ: കാൽനട യാത്രക്കാർ കൊടും വളവുകളിലോ നിർത്തിയ വാഹനത്തിന് സമീപത്തോ റോഡ് മുറിച്ച് കടക്കരുത്, എന്തുകൊണ്ട്? ഓപ്ഷൻ എ മറ്റ് വാഹനങ്ങൾക്ക് അസൗകര്യം,
ഓപ്ഷൻ ബി മറ്റ് റോഡ് ഉപയോക്താക്കൾക്ക് അസൗകര്യം. ഓപ്ഷൻ സി ദൂരെ വരുന്ന മറ്റ് വാഹനങ്ങളുടെ ഡ്രൈവർമാർ റോഡ് മുറിച്ചു കടക്കുന്നവരെ കാണുന്നില്ല. ഓപ്ഷൻ ഡി നിർത്തിയ വാഹനങ്ങൾക്ക് അസൗകര്യം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ദൂരെ വരുന്ന മറ്റ് വാഹനങ്ങളുടെ ഡ്രൈവർമാർ റോഡ് മുറിച്ചു കടക്കുന്നവരെ കാണുന്നില്ല. 13ാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾ പോകുന്ന റോഡിൻ്റെ ഇടതുവശത്തുള്ള റോഡിലേക്ക് തിരിയുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഓപ്ഷൻ എ ലെഫ്റ്റ് ടേൺ സിഗ്നൽ നൽകി മധ്യഭാഗത്ത് നിന്ന് തിരിയുക. ഓപ്ഷൻ ബി ഹോൺ മുഴക്കി ഇടത്തോട്ട് തിരിയുക. ഓപ്ഷൻ സി നിങ്ങൾ റോഡിൻ്റെ ഇടതുവശത്താണെങ്കിൽ ഇടത്തോട്ട് തിരിയാം. ഓപ്ഷൻ ഡി ഇടത്തേക്കുള്ള ടേൺ സിഗ്നൽ കാണിക്കുക, ഇടതുവശം ചേർന്ന് തിരിയുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇടത്തോട്ടുള്ള ടേൺ സിഗ്നൽ കാണിക്കുക, ഇടതുവശം ചേർന്ന് തിരിയുക. 14ാമത്തെ ക്വസ്റ്റ്യൻ, PUCC സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി എത്ര? ഓപ്ഷൻ എ 6 മാസം. ഓപ്ഷൻ ബി 1 വർഷം. ഓപ്ഷൻ സി മലിനീകരണ മാനദണ്ഡങ്ങൾ BS 3 അതിൽ കുറവുമുള്ള വാഹനങ്ങൾക്ക് 6 മാസവും BS 4 അതിനും മുകളിലുള്ളവയ്ക്ക് 1 വർഷവും. ഓപ്ഷൻ ഡി മലിനീകരണ മാനദണ്ഡങ്ങൾ BS 3 ഉള്ള വാഹനങ്ങൾക്ക് 1 വർഷവും BS 4 അതിനു മുകളിലുള്ളവർക്കും 6 മാസവും. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. മലിനീകരണ മാനദണ്ഡങ്ങൾ BS 3 അതിൽ കുറവും ഉള്ള വാഹനങ്ങൾക്ക് 6 മാസവും BS 4 അതിനു മുകളിലുള്ളവർക്കും 1 വർഷവും. 15ാമത്തെ ക്വസ്റ്റ്യൻ, രാത്രിയിൽ ഹൈ ബീമിൽ ഹെഡ്ലൈറ്റ് ഉപയോഗിച്ച് വാഹനം ഓടിക്കുമ്പോൾ ഒരു വാഹനം എതിർദിശയിൽ നിന്ന് വന്നാൽ എന്ത് ചെയ്യും? ഓപ്ഷൻ എ ഇടതുവശത്ത് തുടരുക. ഓപ്ഷൻ ബി ഹെഡ്ലൈറ്റ് ഡിമ്മും ഹൈ ബീമും പലതവണ ചെയ്യുക. ഓപ്ഷൻ സി വാഹനം കടന്നു പോകുന്നത് വരെ ഹെഡ്ലൈറ്റ് ഡിം ചെയ്യുക. ഓപ്ഷൻ ഡി എപ്പോഴും ഹെഡ്ലൈറ്റ് ഹൈ ബീമും ഉപയോഗിക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. വാഹനം കടന്നു പോകുന്നത് വരെ ഹെഡ്ലൈറ്റ് ഡിം ചെയ്യുക. 16ാമത്തെ ക്വസ്റ്റ്യൻ, ഗിയർ ഇല്ലാത്ത മോട്ടോർ സൈക്കിൾ ഓടിക്കുവാനുള്ള ലൈസൻസ് ലഭിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായം എത്ര? ഓപ്ഷൻ എ 18 വയസ്സ്. ഓപ്ഷൻ ബി 21 വയസ്സ്. ഓപ്ഷൻ സി 16 വയസ്സ്. ഓപ്ഷൻ ഡി 17 വയസ്സ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 18 വയസ്സ്. 17ാമത്തെ ക്വസ്റ്റ്യൻ, വാഹനം ഓടിക്കുമ്പോൾ സ്കൂൾ മുന്നിൽ ഉണ്ട് എന്ന ട്രാഫിക് അടയാളം കാണുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഓപ്ഷൻ എ വാഹനം നിർത്തി ഹോൺ മുഴക്കി മുന്നോട്ട് പോകുക. ഓപ്ഷൻ ബി വേഗത കുറയ്ക്കുകയും ജാഗ്രതയോടെ മുന്നോട്ട് പോകുക. ഓപ്ഷൻ സി തുടർച്ചയായും ഹോൺ മുഴക്കി മുന്നോട്ട് പോകുക. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. വേഗത കുറയ്ക്കുകയും ജാഗ്രതയോടെ മുന്നോട്ട് പോകുക. 18ാമത്തെ ക്വസ്റ്റ്യൻ, ഇടത്തോട്ട് തിരിയുമ്പോൾ ഇരുചക്ര വാഹനത്തിൻ്റെ ഡ്രൈവർ ഡാഷ് വേണം. ഓപ്ഷൻ എ ഇടത് കൈ ഇടത്തേക്ക് നീട്ടുക. ഓപ്ഷൻ ബി ഹാൻഡ് സിഗ്നൽ കാണിക്കരുത്. ഓപ്ഷൻ സി വലത് കൈകൊണ്ട് ഇടത്തേക്കുള്ള സിഗ്നൽ കാണിക്കുക. ഓപ്ഷൻ ഡി വലത് കൈകൊണ്ട് വലത്തോട്ട് സിഗ്നൽ കാണിക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. വലത് കൈകൊണ്ട് ഇടത്തേക്കുള്ള സിഗ്നൽ കാണിക്കുക. 19ാമത്തെ ക്വസ്റ്റ്യൻ, യു ടേൺ എടുക്കുമ്പോൾ കാണിക്കേണ്ട സിഗ്നൽ ഏതാണ്? ഓപ്ഷൻ എ ഇടത്തേക്ക് തിരിയുന്ന സിഗ്നൽ. ഓപ്ഷൻ ബി വലത്തേക്ക് തിരിയാനുള്ള സിഗ്നൽ. ഓപ്ഷൻ സി സ്റ്റോപ്പ് സിഗ്നൽ. ഓപ്ഷൻ ഡി വലത്തേക്ക് തിരിയുന്നതിനൊപ്പം വേഗത കുറയ്ക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, വലത്തേക്ക് തിരിയുവാനുള്ള സിഗ്നൽ. 20ാമത്തെ ക്വസ്റ്റ്യൻ, പുതിയ കാറിന് ഒറ്റത്തവണ നികുതി അടയ്ക്കുന്നതിന് എത്ര വർഷത്തേക്കാണ്? ഓപ്ഷൻ എ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുന്നത് വരെ. ഓപ്ഷൻ ബി 5 വർഷം. ഓപ്ഷൻ സി 10 വർഷം. ഓപ്ഷൻ ഡി 15 വർഷം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 15 വർഷം. 11ാമത്തെ ലെവലും നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.